എൻലാർജ് യുവർ ടെറിട്ടറി, അതിരുകളെ വിസ്താരമാക്കുക. നമ്മുടെ അതിരുകളെ വിസ്താരമാക്കുക എന്ന് പറയുമ്പം നമ്മൾ ചെയ്യുന്ന ഏത് ജോലി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ വിശാലമാക്കാനാണ്. ചിലപ്പം പുതിയ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും. ഈ ദൂത് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നവരോട് കർത്താവ്, നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുക, തക്ക സമയമാകുമ്പോൾ ഞാൻ അതിന് അടുത്ത വാതിൽ തുറന്നു തരും. ചുമ്മാതിരിക്കല്, നല്ല നിർബന്ധമുള്ളവർ നന്മ ചെയ്തുകൊണ്ടിരിക്കണം. കർത്താവിലെ ഒരു എക്സാമ്പിൾ എടുക്കുന്നത്, ഒരു വലിയ ഷിപ്പ് ഉണ്ടാക്കി തീർത്ത് കരയ്ക്ക് കയറ്റി വെച്ചിരിക്കുക. അതിൻ്റെ അടിയിൽ പോളുകൾ, അതായത് തടികൾ ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുന്ന കടികളുണ്ട്. അതിൽ ഉരുട്ടി ഇറക്കിയാൽ മതി വെള്ളത്തിലോട്ട്. പക്ഷേ ഈ ഷിപ്പ് വെള്ളത്തിൽ ഇറക്കുന്നിടം വരെ ആ ഷിപ്പ് അങ്ങനെ ഇരിക്കും. അതവിടെ ഇങ്ങനെ കാണാം, എല്ലാവർക്കും കാണാം, പുറം കാണും, ഷിപ്പിൻ്റെ അടിവശം വരെ കാണാം. പക്ഷേ ഷിപ്പ് കൊണ്ടൊരു പ്രയോജനമില്ല. പക്ഷെ ഒരു ദിവസം ഈ ക്യാപ്റ്റൻ വിചാരിക്കും ഈ ഷിപ്പിനെ ഇതിനകത്തോട്ട് വെള്ളത്തിലോട്ട് ഉരുട്ടി ഇറക്കണം. ഷിപ്പിൽ ഉരുക്കി കഴിയുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. പക്ഷേ ഇറക്കി കിടക്കുന്ന ഷിപ്പ്, വെള്ളത്തിൽ കിടക്കുന്ന ഷിപ്പിന് ഇന്ന ഡയറക്ഷനിലോട്ട് മാറാൻ പറഞ്ഞ് എളുപ്പം മാറാം. അതല്ല കരക്കിരിക്കുന്നതാണേലോ, അതിനി 10,000 പേരെ വിളിച്ചുകൊണ്ട് വന്ന് ഇത് ഉരുട്ടി ഇറക്കി. മനസ്സിലായോ? അതാണ് എന്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നോ അത് കണ്ടിന്യൂസ് നന്മ കാര്യങ്ങൾ, തിന്മയല്ല, ചെയ്തുകൊണ്ടേയിരിക്കുക. ദൈവത്തിൻ്റെ വിളി കേൾക്കുന്നിടം വരെ അത് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം തിരിക്കുമ്പം ഈ വെള്ളത്തിൽ കിടക്കുന്ന ഷിപ്പ് എളുപ്പം തിരിച്ചു മാറ്റാൻ സാധിക്കും. അങ്ങനെ ആയിരിക്കണം ജീവിതത്തിൽ. ചുമ്മാതിരുന്നു, എനിക്ക് ദൈവം എന്നെ പറഞ്ഞില്ല, അല്ലെ എനിക്ക് ആ ജോലിയില്ല, ഈ ജോലിയില്ല. എന്ത് ജോലിക്ക് ജോലി, എന്തുമാത്രം ജോലി അടുത്തും വലതും ഉള്ള ഒരു സ്ഥലമല്ലേ കേരളം. ഭൂമി തന്നെ വിളവെടുക്കാൻ വേണ്ടി കൊതിക്കുകയാണ്. ഭൂമി കാട് പിടിച്ചു കിടക്കുന്ന, എന്നെ ഒന്ന് ശുദ്ധിയാക്കിയെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. വെള്ളത്തിനകത്ത് മീൻ വളർത്തിയെന്ന് മീൻ പറയുന്നു. കോഴികളെ വളർത്തിയ കാശുണ്ട്. എന്നിട്ട് മനുഷ്യൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നു പൈസ ഉണ്ടാക്കാൻ. ഇതൊക്കെ സാധാരണഗതിച്ച്, അല്ലാതെ ടെക്നോളജി അറിയാവുന്നവർക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഏതെല്ലാം തരത്തിൽ നമുക്ക് ജീവിതമാർഗം കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇതിൻ്റെ അതിരുകളെ വിസ്താരമാക്കുമ്പോൾ ആത്മീയഗോളം തന്നെയല്ല, എല്ലാ ഏറിയാലും നിനക്ക് സ്ഥലമുണ്ടോ അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങും. അതെങ്കിൽ ഒരു വിത്തിട്ട് നമുക്ക് ഒരു ചെറിയ ബോൾസം ഇട്ടാൽ പോലും അത് ഒരു പൂവേന്ന് എത്ര വിത്താ പിന്നെ വീണിട്ട്. ഞാനിവിടെ എൻ്റെ വീടിന് മുമ്പിൽ കുറച്ച് ചീര കൊണ്ടുവന്നു, ആരോ അവിടെ തന്നെ കിളുത്താന്ന്, ഞാൻ ഇട്ടതല്ല. ആദ്യം കാണാൻ വലിയ കുഴപ്പം തോന്നിയില്ല. പക്ഷേ ദേശം മുഴുവൻ ഇവിടെ ചീരയുടെ ചെയ്യുക, തിന്നുന്ന ചീരയല്ല, ചെടി. പിന്നെ എൻ്റെ ജോലി ഇത് പറിച്ചു കളയുകയാണ്. കാരണം അത്രമാത്രം ഉണ്ടാകും. വിസ്താരമാക്കാൻ പറയുമ്പോൾ ദൈവം വിസ്താരമാക്കുമ്പം അത് വിസ്താരമാക്കുന്ന ദൈവം തന്നെയാണ്. യെശയ്യാ 65:20-25 ഇങ്ങനെയാണ് വായിക്കുന്നത്. 21, അവർ വീടുകളെ പണിതു പാർക്കും, അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ അനുഭവം അനുഭവിക്കും. അവർ പണിക, മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല. അവർ നടുക, മറ്റൊരുത്തൻ തിന്നുക എന്ന് വരികയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയാകും. എൻ്റെ വൃതന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. അവർ വൃഥ അധ്വാനിക്കയില്ല, ആപത്തിനായി പ്രസവിക്കയില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടും പെട്ടവരുടെ സന്തതിയല്ലോ. അവരുടെ സന്താനം അവരോടുകൂടെ ഇരിക്കും. അവർ വിളിക്കുന്നതിന് മുൻപേ ഞാൻ അവർക്ക് ഉത്തരമല്ല. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേൾക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് കഴിയും. സിംഹം കാള എന്നതുപോലെ വൈക്കോല് തിന്നും. സർപ്പത്തിന് പൊടി ആഹാരമായി തീരും. എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പോരെ, ദൈവം പറയുന്നത് അതിര് വിസ്താരമാക്കാൻ പറയുമ്പം ഭർത്താവ്, ഞാനാണ് അതിര് വിസ്താരമാക്കാൻ പോകുന്നത്. ദൈവമേ, നീ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ചുമ്മാ മടിയനായിരിക്കുന്നവൻ്റെ ദേശത്തൂടെ ഞാൻ നോക്കിയപ്പോഴെന്തുവാ, മുള്ളും പറക്കാരെയും കെളുത്ത് നിൽക്കുന്നു, മതിലെല്ലാം ഇടിഞ്ഞു കിടക്കുന്നു എന്ന് സദൃശ്യവാക്യത്തിൽ പറയുന്നു. പക്ഷെ നമ്മൾ മടിയനായിട്ടിരിക്കാതെ ഉള്ളതിലെന്താന്ന് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യണം. ഈ മടിയായിട്ടിരിക്കുന്നവരോട് ഞാനൊന്നും സാധാരണ പറയാറില്ല. എനിക്ക് അവരുമായിട്ട് എന്തെങ്കിലും എനിക്ക് അല്പബലമുണ്ട് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് എൻ്റെ സ്വഭാവം. ഈ മടിയന്മാരെ കാണും ഞാൻ പലപ്പോഴും. ഞാൻ ഇവിടെയൊക്കെ പലങ്ങളും പോകും, ഞാൻ നോക്കും ആർക്കാ മടിയില്ലാത്ത വ്യക്തിയുണ്ടോ, ഏത് ചെയ്യുന്നതിന് തീക്ഷ്ണമായിട്ട് ചെയ്യുന്നവരുണ്ടോ. അങ്ങനെയുള്ളൊരു സാധാരണ നിരന്തരം പ്രാർത്ഥനയ്ക്ക് വരുന്നവരിൽ ആ സ്വഭാവം ഞാൻ കണ്ടാണ്. ബിക്കോസ് ഒരു കമ്മിറ്റ്മെൻറ്റാണ്. അങ്ങനെയുള്ളവർക്കാണ് ഈ വചനം. കർത്താവ് പറയുന്നത്, നമ്മൾ വീട് പണിത് വെച്ച് അതിനകത്ത് വല്ലവരും ഇനി താമസിക്കത്തില്ല. ശരിയല്ലേ? എത്ര പേര് അധ്വാനിച്ചുണ്ടാക്കി വെച്ച് അവസാനം അത് വല്ലവരും അനുഭവിക്കും. നാളെ ഞാൻ കൊല വെട്ടാൻ തീരുമാനിച്ചു വെച്ചിരിക്കുക. കാരണം ഏത്തക്കൊല നിറച്ചിങ്ങനെ
കണ്ടെത്തി നിൽക്കുകയാണ്. നാളെ വെട്ടാമെന്ന് വിചാരിക്കും, രാവിലെ നോക്കുമ്പോൾ രാത്രി ആരോ വെട്ടിത്തോണ്ട് പോയി. അനുഭവിക്കേണ്ടത് വല്ലവരും എടുത്തോണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചങ്ങോട്ട് കയറി ജോലിക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങും. അന്നേരം എന്തെങ്കിലും ആപത്ത് കയറി വരും. ചിലപ്പോൾ അതുകൊണ്ട് മരണം വരെ വരും. പിന്നെ അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വിവാഹ ജീവിതം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെക്കുറിച്ച് അവരെ ഒന്ന് വളർത്താനോ അവരിലൊന്ന് സന്തോഷിക്കാനോ ഇടയില്ലാത്തവരുടനെ ഡിവോഴ്സ് കയറി വരും. എത്ര അമ്മമാരാണ് അവരുടെ ആൺമക്കളെ ഓർത്ത് കരയുന്നത്. കാരണം ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ആൺമക്കൾ ശരിയോ തെറ്റോ എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നില്ല, അത് ഞാൻ എൻ്റർ ചെയ്യുന്നുമില്ല. പക്ഷേ പെൺമക്കൾക്കാണ് അവകാശങ്ങൾ മുഴുവൻ കൊടുക്കുന്നതിനാൽ പല സ്ത്രീകളും അവരുടെ മക്കളെ അവരുടെ അപ്പനും അമ്മയും അമ്മയുടെ അപ്പനും അമ്മയും കൊണ്ടുപോയിട്ട് ഈ ഭാര്യ പുരുഷന്മാർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ കാണാൻ വയ്യാത്ത ഗതികേട്. അവരെന്നെ മനുഷ്യരല്ലേ, അവർക്ക് വേദനയില്ലേ? ഏതായാലും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നതിൽ കൂടുതൽ പ്രവർത്തിക്കേണ്ട ഇപ്പം പുരുഷ സ്വാതന്ത്ര്യത്തിനാണ്. അവകാശങ്ങൾ കൂടിയിട്ട് അത് അഹങ്കാരമായിട്ട് മാറുന്നുവെങ്കിൽ എന്തിനാ അവകാശം? അതുകൊണ്ടൊരു കുടുംബം പണിയാനല്ല, നീ നശിപ്പിക്കാൻ. അതായത് പോഷത്വമുള്ള സ്ത്രീയാണ്, അവൾക്ക് അധികാരം കൂടി കൊടുത്തിട്ട് എന്തെടുക്കാൻ? ഏതൊരു കാര്യം ദൈവം ഏൽപ്പിക്കുമ്പോഴും നമുക്ക് വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കുമ്പം ദർ ഇസ് ആൻ അഡീഷണൽ തിങ്, എ റെസ്പോൺസിബിലിറ്റി ഓവർ ഇറ്റ്. എനിക്ക് പിള്ളേർ 3 പേരുണ്ടെങ്കിൽ അവരെ അപ്പൻ്റെയും അമ്മയുടെയും കർത്തൃത്വത്തിൽ വളർത്താൻ ഒരു ചുമതലയുണ്ട്. അതിന് ഭർത്താവില്ലേ, എനിക്കെന്താ, എൻ്റെ വീട്ടുകാർ കാശ് തരും, അതുകൊണ്ട് എൻ്റെ സ്വന്തം വീട്ടിൽ ചെന്നാൽ സ്ത്രീകൾക്ക് ഒരു ജോലിയും ചെയ്യണ്ട. പല അമ്മയപ്പന്മാർ വിളിച്ച് പറയുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. അവർ സ്വന്തം വീട്ടിലോട്ട് തിരിച്ച് ചെന്നാൽ കാപ്പി എടുത്തില്ല, അമ്മ കൊണ്ട് കാപ്പി കൊടുക്കും. മക്കളെ നോക്കുന്ന വല്യപ്പനും വല്യമ്മയും നോക്കിക്കോളും, ചെലവിനുള്ള അവർക്ക് കൊടുക്കും. പിന്നെ ഇവർക്ക് വല്ല ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോവുക, കാശുണ്ടാക്കുക, അത് മാത്രം. ആ കാശ് ഇവർക്ക് കിട്ടുമെന്ന് അപ്പനും അമ്മയും ചിലപ്പോൾ അതെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ സുഖമായില്ലേ? പല കുടുംബങ്ങളിലും ഈ പെൺകുച്ചിൻ്റെ അപ്പനാണ് ഈ ഡിവോഴ്സിന് മുൻകൈ എടുത്ത് നിൽക്കുന്നത്. ഒരിക്കലും നിരപ്പാകാത്ത കാര്യം. അപ്പനമ്മമാർ സ്വാർത്ഥമായിട്ട് മക്കളെ വീട്ടിൽ വെച്ചിട്ട് അപ്പുറത്തെ ഒരു പുരുഷൻ കരയുന്നെന്ന് കാണുന്നില്ല. ഒരു ചില ബലഹീനതകൾ കാണും. ആരാ ബലഹീന? പൂർണ്ണതയുള്ളത് ആർക്കാ ഉള്ളത്? ആ ബലഹീനതയുള്ളതായിട്ടല്ലേ നമ്മളും കുടുംബം വളർത്തിക്കൊണ്ട് വന്നത്. ആ ബലഹീനതയിൽ അതിനെ കവറപ്പ് ചെയ്ത് ജീവിക്കാൻ. ഒരു സ്ത്രീയുടെ ജോലി എന്ന് പറഞ്ഞാൽ ഭർത്താവിന് വോറിയറായിട്ട് നിന്ന് ഭർത്താവിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അഭിഷിക്തനായിരിക്കുന്നവൻ്റെ മേൽ എന്താണ് വിളിയുണ്ടെന്ന് മനസ്സിലാക്കി കൂടെ നിന്ന് ഒന്നിച്ചു പണിയാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. അങ്ങനത്തെ അതല്ലല്ലോ ജീവിതം. അങ്ങനെ ഒരു കുടുംബജീവിതം വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന പുരുഷൻ്റേതായ ജോലിയുണ്ട്, സ്ത്രീക്ക് സ്ത്രീയുടേതായിട്ടുള്ള ജോലിയുണ്ട്. പുരുഷൻ്റെ ജോലി പുരുഷൻ ചെയ്യുന്നുവെങ്കിൽ സ്ത്രീയുടെ ജോലിയും ചെയ്യുന്നുവെങ്കിൽ അവിടെ നടുക്കും ദൈവം ഉണ്ടെങ്കിൽ അവിടെ കലക്കത്തിൻ്റെ ആത്മാവില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കേൾക്കാൻ ദൈവം നടുക്കുണ്ടല്ലോ. അതില്ലാതെ വരുമ്പോഴാണല്ലോ ഈ പ്രശ്നം വരുന്നത്. അങ്ങനെയുള്ള ഭവനങ്ങൾക്ക് വേണ്ടി നീ ഇനി വീടുകളെ പണിത് പാർക്കും, അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കും, അതിൻ്റെ ഫലം അനുഭവിക്കും. ദൈവം ഒരു മാനസാന്തരത്തിന് വിളിച്ചു പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നിട്ട് ദൈവം അനുഗ്രഹിക്കുക. നീ പണിയും, എന്നിട്ട് വല്ലൊരുത്തിന് അതിനകത്ത് താമസിക്കുക. ശരിയല്ലേ? നമ്മളൊക്കെ വീട് പണിത് വെച്ച് മക്കളില്ല കൂടെ താമസിക്കും, കൊച്ചുമക്കൾ വരത്തില്ല, അവർക്കൊക്കെ നമ്മുടെ രാജ്യം വേണ്ടെന്നായിരിക്കുക. പിന്നെ ഇത് ആർക്ക് പോകും? ആ ഗതികേട് എന്തുകൊണ്ട് വരുന്നു? തലമുറയുടെ ദൈവം എന്നല്ലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അവരമ്മ പ്രാർത്ഥിച്ച് നോക്ക്, കടലിനപ്പുറത്തിരിക്കുന്നവരെ കർത്താവ് ഇപ്പുറത്ത് കൊണ്ടുവരിപ്പിക്കും. ആ ദൈവമാണ് നമ്മുടെ ദൈവം. അത് നടുക മറ്റൊരുത്തൻ തിന്നുക എന്ന് വരികയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയാകും. അതാണ് ഒത്തിരി വേണമെന്നുള്ളതിനെക്കാട്ടിലും ദൈവത്തിൻ്റെ ശക്തിയിനും സ്നേഹത്തിനും അവൻ്റെ ചിട്ടയിൽ മക്കളെ വളർത്തുന്നു. അടുത്ത തലമുറ, ഒരു തലമുറയും കൂടെ അമേരിക്കയിലൊക്കെ ദൈവത്തെ അറിയും. അത് കഴിയുമ്പോൾ അമേരിക്കയിലുള്ള നമ്മുടെ മക്കളുടെ കാര്യം ഈ പറയുന്നു, എല്ലാവരുടെയും അവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പോലും കുറച്ച് കഴിയുമ്പം ദൈവത്തെ അറിയാത്തവരായി മാറും. യൂറോപ്യൻ കൺട്രീസിൽ ക്രിസ്തു ആരെന്നറിഞ്ഞുകൂടാ. പബ്ലിക്കായിട്ട് യേശുവിൻ്റെ കാര്യം പറയാനൊക്കത്തില്ല. ഇവിടെ അങ്ങനെയല്ലേ ഇപ്പം? അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ട്രൂത്ത്സ് എല്ലാം മാറ്റിവെച്ച് ഇരിക്കും. കുറച്ചു പേരെയെങ്കിലും ഒരു രക്ഷിത ഗണമായിട്ട് ദൈവം കാണുന്നവരെ പരിപാലിക്കുന്ന ദൈവമാണ്. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷം പോലെ ആയുസരെ. എൻ്റെ വൃതന്മാർ തന്നെ തങ്ങളുടെ നമ്മൾ അധ്വാനിച്ചിട്ട് വല്ലവരും അനുഭവിക്കാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. നീ വൃഥ അധ്വാനിക്കത്തില്ല, ആപത്തിനായിട്ട് പ്രസവിക്കത്തില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതി, അവരുടെ സന്താനം അവരോടുകൂടെ ഇരിക്കും. മാറിക്കുന്ന മക്കളും കൊച്ചുമക്കളും കർത്താവിൻ്റെ നാമത്തിൽ തിരിച്ചൊന്നിച്ചു വരും. അവർ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഉത്തരം കൊടുക്കും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. പറയണം, ദൈവസന്നിധിയിൽ ചെന്ന് പറയേണ്ടത് പറയണം. കർത്താവിന് നിർബന്ധമാണ്.
ദൈവം നമ്മളെ അനുഗ്രഹിക്കാനുണ്ട്. കർത്താവ് ചെന്നായും കുഞ്ഞാടും ഒന്നിച്ച്, ചെന്നായും കുഞ്ഞാടും കൂടെ എങ്ങനെ ഒന്നിച്ച് താമസിക്കുന്നത്? ചെന്നായ കുഞ്ഞാടിനെ കണ്ടാൽ തിന്നും. പക്ഷേ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഒരു ഭർത്താവ് ചെന്നായിരിക്കും, ഭാര്യ കുഞ്ഞാടായിരിക്കും, അല്ലെ നേരെ തിരിച്ചായിരിക്കും. അവിടെ സമാധാനം കൊണ്ടുവരാൻ നടുക്ക് ദൈവമില്ലേ? ബഫർ സോണായിട്ട് പരിശുദ്ധാത്മാവില്ലേ? നടുക്ക് കുരിശ് നട്ടിട്ടില്ലേ? അല്ലാതെ എങ്ങനെയാണ് കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത്? അങ്ങനെ തന്നെയല്ലേ ദൈവം? അതെല്ലാം ഈ പാപത്തിൻ്റെ ഇഫക്റ്റാണ്. ദൈവം ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഏദൻ തോട്ടത്തിൽ നമ്മളെ സകല സുഖങ്ങളും തന്നല്ലേ താമസിപ്പിച്ചത്. നമ്മൾ തന്നെയല്ലേ കളഞ്ഞ്. നമ്മൾ തന്നെ കളഞ്ഞേച്ച് നമ്മൾ ദൈവത്തെ കുറ്റവും പറയുകയാണ്. ഒരു തിരിച്ചറിവുണ്ടാകണം. സിംഹം കാള എന്ന പോലെ വൈക്കോല് തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായി തീരും. എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവയിൽ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൂടാരത്തിനകത്തേക്ക് മക്കളെ കൊണ്ടുവന്ന് വെക്കുക. അവർ പറഞ്ഞാൽ കേൾക്കത്തില്ല, ഞങ്ങൾ വായുവിനോട് പറയുക. കിഴക്കിനോട് പടിഞ്ഞാറിനോട് വടക്കിനോട് തെക്കിനോട്, വടക്കിനോട് തടുത്ത് വെക്കലും തെക്കിനോട് കൊടുക്കേ എന്നും പറയുന്ന ശബ്ദം അയക്കുകയാണ്. മാറി നിൽക്കുന്ന മക്കളെല്ലാം തിരിച്ചു വരണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നിടത്ത്, ദൈവം പറയുന്നിടത്ത് അവർ നിൽക്കണം, നമ്മൾ പറയുന്നിടത്തല്ല. ദൈവത്തിനൊരു പ്ലാനില്ലേ അപ്പച്ച? പെർഫെക്റ്റ് പ്ലാൻ. കർത്താവിൻ്റെ പെർഫെക്റ്റ് പ്ലാനും കർത്താവിനെ അടിച്ച് കർത്താവ് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യിപ്പിക്കണമെന്ന് പ്രാർത്ഥന, ആ പ്രാർത്ഥനയല്ല. നിൻ്റെ ഹിതം എന്താണ് അത് നടക്കണമെന്നുള്ള പ്രാർത്ഥന അയപ്പിക്കുന്നു. അത് കന്യാമറിയാമത്തിനിടയ്ക്ക് ഗബ്രിയേൽ വന്ന് പറഞ്ഞപ്പം കന്യാമറിയാം സംശയം ഉണ്ടായിട്ടും ലാസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്: തിരുഹിതം പോലെ അടിയനിത. സാമുവേൽ അത് പറഞ്ഞു, തിരുഹിതം പോലെ നടക്കട്ടെ അടിയനിത. അങ്ങനെയാണ് കാരണം ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ആലോചന നമ്മൾ വിചാരിക്കുന്നതിൽ എത്രയോ മഹത്വമേറിയാണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിൻ്റെ വിചാരങ്ങൾ ഞങ്ങളുടെ വിചാരങ്ങളിലും നിൻ്റെ വഴികൾ ഞങ്ങളുടെ വഴികളിലും ഉന്നതമാണ്. അത് മനസ്സിലാക്കാതെ ഞാൻ പിടിക്കുന്ന എൻ്റെ മോലിന് 2 കൊമ്പുണ്ട് എന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്കൊരു വിടുതൽ തന്ന് സമാധാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കുടുംബജീവിതങ്ങൾ തുറക്കട്ടെ. അപ്പച്ചൻ അത് ചെയ്തേ പറ്റൂ അപ്പച്ചൻ. ചെയ്തില്ലെങ്കിൽ കുടുംബങ്ങൾ നശിച്ചു പോകും. അത് സ്ത്രീകൾ മാറത്ത് നെഞ്ചത്ത് അടിച്ച് കരയേണ്ടിയ ഒരു കാലമാണ്. താവേ, ആര് വിളിച്ചു പറയും നിൻ്റെ മഹത്വം? ആകാശമണ്ഡലത്തിൽ ഈ വചനങ്ങൾ ചെന്ന് കൊണ്ടിട്ട്, ആവശ്യമുള്ള ഭവനങ്ങൾ ഇത് ചെന്ന് കൊണ്ടിട്ട് അത് പ്രവർത്തിക്കാതെ തിരിച്ചു വരരുത്. ദൈവത്തിൻ്റെ സ്വർണ്ണരഥം ഇതിനു വേണ്ടി മുൻപേ പോകുന്നു. കർത്താവ് അത് പ്രവർത്തിച്ചെടുക്കുന്നതിനാൽ സ്തോത്രം. തലമുറകളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് സ്തോത്രം. പ്രാർത്ഥനകളുടെ ഉത്തരം തന്നതിന് നന്ദി. ഞങ്ങൾ അധ്വാനിക്കും, അതിൻ്റെ ഫലം ദുഷ്ടൻ അനുഭവിക്കത്തില്ല. കർത്താവ് വേലി കെട്ടിക്കഴിഞ്ഞതിന് നന്ദി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ.